ഹായ്, ഇവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണം വന്നെത്തി നിൽക്കുകയാണ്. ഈ ഓണക്കാലത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളും ആനുകൂല്യങ്ങൾക്കും വേണ്ടിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒപ്പം സർക്കാരിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഓണം ബോണസുകളെക്കുറിച്ചുമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗനവാടി ആശാവർക്കർമാർ, സർക്കാർ ജീവനക്കാർ എന്നിവർക്കെല്ലാം ഇത്തവണ എത്ര രൂപയാണ് ബോണസ് ലഭിക്കുന്നത് എന്നത് കൃത്യമായി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായി തന്നെ നമുക്ക് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരാം. എല്ലാ മാസവും 25-ാം തീയതിയോടെയാണ് സാധാരണ പെൻഷൻ വിതരണം നടക്കാറുള്ളത്. എന്നാൽ ഓണം പ്രമാണിച്ച് ഇത്തവണ പെൻഷൻ വിതരണം നേരത്തെയാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 19 മുതൽ തന്നെ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിലേക്കും നേരിട്ടും കൈകളിലേക്കും പെൻഷൻ എത്തി തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും ഓണക്കാലത്ത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് കരുതി 1105 കോടി രൂപയാണ് സർക്കാർ ഇതിനായി കണ്ടെത്തിയിരിക്കുന്നത്. പെൻഷൻ വാങ്ങുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മസ്റ്ററിംഗ് ആണ്. നിങ്ങൾ കൃത്യമായി മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പുതിയ മാറ്റം കൂടിയുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ് വിധവ പെൻഷൻ വാങ്ങുന്നവരും 50 വയസ്സ് കഴിഞ്ഞ് അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും വിവാഹിതയല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇനി മുതൽ സമർപ്പിക്കേണ്ടതില്ല എന്ന വലിയൊരു ഇളവ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പേർക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു തീരുമാനമാണ്. ഇനി നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ബോണസ് വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും വലിയൊരു അത്താഴമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. വെയിലും മഴയും വകവയ്ക്കാതെ ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികൾക്ക് ഇത്തവണ 1200 രൂപയാണ് സർക്കാർ ഓണം ബോണസായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ഈ 1200 രൂപ ലഭിക്കുമെന്ന് ചോദിച്ചാൽ അതിനൊരു നിബന്ധനയുണ്ട്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 100 പ്രവൃത്തി ദിനങ്ങൾ പൂർത്തിയാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഈ 1200 രൂപ ബോണസായി ലഭിക്കുക. ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമല്ല നഗരപ്രദേശങ്ങളിലും ജോലി ചെയ്യുന്ന അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്കും 100 ദിവസം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ 1200 രൂപ തന്നെ ഓണം ഫെസ്റ്റിൽ അലവൻസായി ലഭിക്കുന്നതാണ്. ഏകദേശം 4 ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് ഇതിലൂടെ ഗുണം ലഭിക്കുന്നത്. അടുത്തതായി സർക്കാർ ജീവനക്കാരുടെ ഓണം ആനുകൂല്യങ്ങളെക്കുറിച്ച് വിശദമായി നോക്കാം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഇത്തവണ 4500 രൂപയാണ് ഓണം ബോണസായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു നിശ്ചിത ശമ്പള പരിധിയിലുള്ള ജീവനക്കാർക്കാണ് ഈ 4500 രൂപ ബോണസായി ലഭിക്കുക. ഇനി ഈ ശമ്പള പരിധിക്ക് മുകളിലുള്ള, അതായത് ഉയർന്ന ശമ്പളം വാങ്ങുന്നത് കൊണ്ട് ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് ഓണക്കാലത്ത് ഒന്നും ലഭിക്കില്ലേ എന്നൊരു സംശയം വരാം. അവർക്ക് നിരാശപ്പെടേണ്ടതില്ല. ബോണസിന് അർഹതയില്ലാത്ത എല്ലാ സർക്കാർ ജീവനക്കാർക്കും 3000 രൂപ സ്പെഷ്യൽ ഫെസ്റ്റിവൽ അലവൻസ് ആയിട്ട് സർക്കാർ നൽകുന്നുണ്ട്. ഇതുകൂടാതെ വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ ഓണക്കാലത്ത് വരുന്ന ജീവനക്കാർക്ക് 20,000 രൂപ വരെ ഓണം അഡ്വാൻസായി എടുക്കാനും സർക്കാർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ 20,000 രൂപ പിന്നീട് 5 മാസത്തെ ഗഡുക്കളായി ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതാണ്. പാർട്ട് ടൈം ജീവനക്കാർക്കും മറ്റ് കണ്ടീജന്റ് ജീവനക്കാർക്കും അവരുടെ സേവനത്തിന് ആനുപാതികമായി അഡ്വാൻസ് തുക ലഭിക്കും. സർവീസിൽ നിന്ന് വിരമിച്ച പെൻഷൻകാർക്കും ഓണം ഫെസ്റ്റിവൽ അലവൻസായി 1250 രൂപ ലഭിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യ ശിശുക്ഷേമ മേഖലകളിൽ ഏറ്റവും താഴെത്തട്ടിൽ വളരെ ചുരുങ്ങിയ വേതനത്തിൽ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ആശാ വർക്കർമാരും അംഗനവാടി ജീവനക്കാരും. കോവിഡ് കാലത്തായി മറ്റ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും ഇവരുടെ സേവനം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഓണക്കാലത്ത് അംഗനവാടി ജീവനക്കാർക്കും ആശാ വർക്കർമാർക്കും ഫെസ്റ്റിവൽ ബോണസായി 1450 രൂപയാണ് സർക്കാർ നൽകുന്നത്. ഇത് വലിയൊരു തുകയല്ലെങ്കിലും അവരുടെ സേവനങ്ങൾക്കും ഒരു അംഗീകാരം കൂടിയാണ് ഈ ഫെസ്റ്റിവൽ അലവൻസ്. അതിന് പുറമെ അംഗനവാടി ജീവനക്കാർക്കും കഴിഞ്ഞ ജൂലൈ വരെയുള്ള കുടിശ്ശിക തീർക്കുന്നതിനായുള്ള തുകയും സർക്കാർ ഇതിനൊപ്പം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ഇവർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ കാര്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ വിതരണവും ഈ പറഞ്ഞ ബോണസുകളും ഫെസ്റ്റിവൽ അലവൻസും എല്ലാം കൂടി എത്തുമ്പോൾ ഈ ഓണക്കാലത്ത് വിപണിയിൽ വലിയൊരു ഉണർവുണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ തുകകൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നോ എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്